സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരം ഒഴിവാക്കിയതിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. വന്ദേമാതരത്തെ ഒഴിവാക്കിയത് കേരള സർക്കാരിന്റെ അതിരുകടന്ന നടപടിയാണ്. ഈ നടപടി കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥിരം നയമാണെന്നും ബി.ജെ.പി. പ്രസിഡന്റ് വിമർശിച്ചു. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുകയാണ്. ശരത്, ഇതിപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ബഹുമാനമില്ലാത്ത തരത്തിൽ എന്നൊക്കെയാണല്ലോ എക്സിൽ അദ്ദേഹം കുറിച്ചിട്ടുള്ളത്. അത് തന്നെ BJP വന്ദേമാതര വിവാദം അതിന്റെ ഉച്ചസ്ഥവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് എന്നതിന്റെ ഏറ്റവും തെളിവാണ്. ഇന്ന് 3 തവണയാണ് BJP വക്താവ് BJP 2 വക്താക്കൾ, അത് കഴിഞ്ഞിപ്പോൾ BJP അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ എക്സ്പോസിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. കേരള സർക്കാർ വന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നിന്ന് വന്ദേമാതരത്തെ ഒഴിവാക്കിയത് അതിര് കടന്ന നടപടി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ അതിര് കടന്ന നടപടി കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥിരം നയമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. വന്ദേമാതരം ഉരുവിട്ടുകൊണ്ട് ജീവൻ വെടിഞ്ഞ ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നത് തുല്യമാണ് ഈ നടപടിയെന്നും അദ്ദേഹം എക്സ് കുറിപ്പിൽ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ വളരെ വലിയ സൂചന കേരളത്തിൽ വന്ദേമാതരം പാടാത്തത് ഒരു ദേശീയ വിഷയമായി തന്നെ ഉന്നയിക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഖിലേന്ത്യാ അധ്യക്ഷന്റെ ഈ സാമൂഹ്യ മാധ്യമ പോസ്റ്റ്. ഏതായാലും നാളെ BJP ഇക്കാര്യത്തിൽ കൂടുതൽ വിഷയങ്ങളിൽ, അതായത് UP-യിലും അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ബംഗാൾ, UP, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതൊരു വലിയ പ്രശ്നമായി ഉയർത്താൻ തന്നെയാണ് BJP-ന്റെ തീരുമാനം എന്നതിന് സൂചനയാണ് BJP അഖിലേന്ത്യാ അധ്യക്ഷന്റെ ഈ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് എന്ന് വിലയിരുത്താം. ലിനിഷ. ശരി, നന്ദി ശരത് ലാൽ വിവരങ്ങൾക്ക്.